ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ട്രഗാണ് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് പെയർ ചെയ്യാനുള്ള ടോപ്പ് ഒരു പാകിസ്ഥാനി മോഡലൊരു ടോപ്പ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഡേ വരും കേട്ടോ. പാകിസ്ഥാനി മോഡലിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു പ്ലെയിൻ ടോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ട്രഗിന് വേണ്ടിയിട്ട് ഈ ഒരു സീക്വൻസും എംബ്രോയ്ഡറി വരുന്ന ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 150 ആണ് പെർ മീറ്റർ. അപ്പോൾ 4 തുണി മടക്കിയിട്ടതിന് ശേഷം ഞാൻ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 15 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടുന്ന നിലയ്ക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഷോൾഡർ 7 ഇഞ്ചും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെയും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 ഇഞ്ചാണ് ഞാൻ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. 1 ഇഞ്ച് സീം അലവൻസ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി താഴെ ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ താഴെ ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ, അതായത് 15 ഇഞ്ചും പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം ഒരു 17 ഇഞ്ച് കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ കർവ്, നമ്മുടെ ആം ഹോൾ കർവ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിന് ലൈനിങ് വെക്കുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി അത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്. ഫ്ലോയി ആയിട്ടൊക്കെ എടുക്കുമെങ്കിലും മെറ്റീരിയൽ കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്. അപ്പോൾ പിന്നെ ലൈനിങ് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ഇതേപോലെ 1 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫാൻ ഇട്ടിട്ടുള്ള കാരണം തുണി ഇങ്ങനെ പറക്കുക. അപ്പോൾ 1 ഇഞ്ചിൽ ബാക്ക് നെക്കും 5 ഇഞ്ചിൽ ഫ്രണ്ട് നെക്കും ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. ഫ്രണ്ട് നെക്കിന് നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ ഒരു 5 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് ലെങ്ത്ത്, ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ചുരിദാറിനും ടോപ്പിനൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റിൽ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തു. എന്നിട്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പ് കട്ട് ചെയ്തിട്ട് പിന്നെ ആം ഹോളിൻ്റെ ആ ഒരു കർവ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു മെറ്റീരിയലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ എംബ്രോയ്ഡറിയുടെ ആ ത്രെഡ് കട്ടാവുമ്പോൾ കുഞ്ഞു കുഞ്ഞ് പൊടികൾ, അത് നമുക്ക് ഭയങ്കരമായിട്ട് തുമ്മലും അങ്ങനെ അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തുമ്മൽ വരും കേട്ടോ അത് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ തുണി ഊരി പോകുന്ന അങ്ങനെ പോകുന്ന ടൈപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് എക്സ്ട്രാ വിട്ടിട്ട് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് 2 ദിവസമൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ഇങ്ങനെ നൂല് വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് സൈഡ് ചെരിഞ്ഞ ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ പോർഷനിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രഗിൻ്റെ ആ ഒരു കോൺ ഷേപ്പിൽ വരില്ലേ ഫ്രണ്ട് ഭാഗത്ത്, ഇപ്പോൾ ഇവിടെ മുകളിൽ ഒരു കെട്ട് കൊടുത്തിട്ട് അങ്ങനത്തെ മോഡൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിത് സ്ട്രെയിറ്റ് നിൽക്കുന്ന സ്ട്രഗാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ചെരിവ് ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യേണ്ട രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ട്രെയിറ്റ് ആണ് ഒരുവിധം മോഡൽ കാണുന്നത്, അപ്പോൾ അതേപോലെ ആണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രിൻ്റ് നോക്കിയിട്ട് സ്ലീവിൻ്റെ എത്ര വിഡ്ത്ത് എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് 7 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ദെൻ ഇങ്ങനെ അതിനെ ജോയിൻ ചെയ്ത് വരച്ചിട്ട് സെൻറ്റർ പോർഷൻ കണ്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കൊരു ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ആ സീം അലവൻസും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 20 ഇഞ്ച് പ്ലസ് ഒരു 1.5 ഇഞ്ചോളം സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അത്രയാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ വിഡ്ത്ത്, ഓരോ ഭാഗത്തെ വിഡ്ത്ത് നോക്കിയിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കൈൻ്റെ അറ്റത്തും അതുപോലെ മുട്ടിൻ്റെ ആ ഒരു പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ എത്ര വണ്ണം വരുന്നുണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫുൾ സ്ലീവ് വയ്ക്കുമ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടും. സീം അലവൻസും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ് നമ്മുടെ നെക്ക് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തെടുക്കുക. ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ.
പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഷോൾഡറും തമ്മിൽ ജോയിൻ ചെയ്യാൻ. നമ്മളിതിലിപ്പോൾ ലൈനിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത കാരണം കൊണ്ട് ഫസ്റ്റിൽ നമുക്ക് 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു സ്ലോപ്പിനനുസരിച്ച് ചെറുതായിക്കൊന്ന് സ്ലോപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 3 സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുക. 2 സൈഡിലെയും അതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഓപ്പോസിറ്റ് സൈഡ് ജോയിൻ ചെയ്യാണ്. അപ്പോൾ നല്ല വശവും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്കിനെ നമുക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ നെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതിന് ഒരു ടോപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ക്രേപ്പിൻ്റെ മെറ്റീരിയൽ അതാണ് ക്രോസ് പീസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ നെക്കുമ്മ വെച്ചിട്ട് നെക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രോസ് പീസ് എടുക്കുമ്പോൾ നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും അതിനെ ഇതുപോലെ ഇതിനെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് പീസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക. സ്റ്റിച്ചിങ്ങിൻ്റെ എംബ്രോയിഡറി ആരി ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ നല്ല വശത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനെ ഉള്ളിലേക്ക് നന്നായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അടിച്ച ആ ഒരു പീസിനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നല്ല വശത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ സെക്യൂർ ആയിരിക്കും. പിന്നെ ഇത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ്. പിന്നെ അതും എംബ്രോയിഡറിയും സീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഇടുന്ന സ്റ്റിച്ച് അതുമേ കാര്യമായിട്ട് കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ചിട്ട് പോകുന്നത്. ഹെം ചെയ്യാനൊന്നും ഇരിക്കുന്നില്ല. ഹെം ചെയ്യാനൊക്കെ മടിയുള്ളവർ ഇങ്ങനത്തെ നോക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ആ ഒരു നമ്മൾ ഇങ്ങോട്ട് മടക്കി വെച്ചില്ലേ, ആ ഒരു പീസിന് മുകളിലായിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 സ്റ്റിച്ച് വരുമ്പോൾ അതവിടെ സെറ്റായിട്ടിരിക്കും. നല്ല നീറ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ടും ബാക്ക് സൈഡും നല്ല രീതിയിൽ ഫിനിഷായിട്ട് വരികയും ചെയ്യും കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഓപ്പൺ പോയിൻ്റ് ഇല്ലേ, അത് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് 2 മടക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ രണ്ടും അതേപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ആ സെൻറ്റർ പോർഷൻ കണ്ടിട്ട് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു പോയിന്റിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം പതിയെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പതിയെ ശരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ സ്ലീവ് ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അധികം സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യാതെ പതിയെ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കി സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളൊരു എൻഡിൽ നിന്ന് തുടങ്ങുന്നതിനേലും കുറച്ചും കൂടി ബെറ്റർ ഇതുപോലെ സെൻറ്റർ പോർഷനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് 2 സൈഡിലേക്കും കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഒരു തുണി ഒരെണ്ണത്തുമ്പോൾ കയറി സ്റ്റിച്ചായി പോകുന്നില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഒരു 1 2 3 സ്റ്റിച്ച് ഇട്ടിട്ട് സെറ്റാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ മാർക്ക് ചെയ്ത മാർക്കിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനേക്കാട്ടും കുറച്ച് ലൂസാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. കാരണം നമ്മളൊരു ഒരു ടോപ്പ് ഇട്ടിട്ട് അതിന് മുകളിൽ കൂടി ഇടുകയല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ഒരു അരേഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇടുക. പിന്നെ ഈ തുണിയൊക്കെ ഭയങ്കര കനമുള്ള ടൈപ്പ്, നമ്മൾ ഇട്ടതിന് ചാക്ക് പോലെ ഫീൽ ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ കുറച്ച് ലൂസിലിടുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക്. സ്ലീവ് പിന്നെ താഴേക്ക് നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനൊരു സ്റ്റിച്ച് ഇട്ട് നോക്കിയിട്ട് 2 സൈഡിലും ഓരോ സ്റ്റിച്ച് ഇട്ട് നോക്കി. അതിനുശേഷം ഞാനത് ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് ഉണ്ടെങ്കിൽ പിന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. നിങ്ങളും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ഡ്രസ്സൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് ഇട്ട് നോക്കുക കറക്റ്റ് ആണോ. അപ്പം അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്തൂടെ 2 സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്താൽ സെറ്റാവും. അതല്ല ഇപ്പം നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു അരേഞ്ച് ലൂസ് ഇട്ടിട്ട് ചെയ്യുക. കാരണം ഇങ്ങനെ ഇറുകി പിടിച്ച പോലെ അങ്ങനെ ഭയങ്കര ടൈറ്റിൽ വരാണ്ടിരിക്കാൻ ഒരു അരേഞ്ച് ലൂസ് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 സൈഡും സെറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക്.
ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും ഷേപ്പാക്കി നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നമുക്ക് മടക്കി അടിക്കണം. അപ്പോൾ നമ്മൾ നേരിട്ട് കട്ട് ചെയ്ത കാരണം കൊണ്ട് നമുക്കൊരു ചെറിയ ഗ്യാപ്പ് വേണമല്ലോ ആ ഫ്രണ്ടിൽ. സോ നമ്മൾ എക്സ്ട്രാ പീസൊന്നും വെക്കുന്നില്ല. ആ ഒരു ഇതിനെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ടൊരു 3/4 ഇഞ്ച് ഒരു വീതി കൊടുത്തിട്ട്, അല്ലെങ്കിൽ 1 ഇഞ്ച് വീതി കൊടുത്തിട്ട് ഒന്ന് 2 മടക്കി അടിച്ചു കൊടുത്താൽ മതി രണ്ട് സൈഡിലും. ഓക്കെ, അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് മടക്കിയിട്ട് ആ ഒരു ഡിസൈൻ അനുസരിച്ച് നമ്മുടെ ലെങ്ത്ത് നോക്കുക. 15 ഇഞ്ച് കറക്റ്റ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴത്തെ സ്റ്റിച്ചിങ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ട്രഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്